ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ തിരുവനന്തപുരത്ത് അനീഷാണ്. നമുക്കിന്നൊരു യൂണിക്കോൺ BS6 വണ്ടിയുണ്ട്. ഇതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറയുന്നത് ഇത് കുറച്ച് ദൂരം ഓടിയിട്ട് തന്നെത്താൻ ഓഫായി പോകും. ഞാനിതിൻ്റെ സ്പാർക്ക് കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തു. അതുപോലെ തന്നെ പെട്രോളിൻ്റെ ഫിൽറ്റർ മാറ്റി. ഫിൽറ്ററൊന്നും അത്രയ്ക്ക് ബ്ലോക്കില്ല, എന്നാലും ഒന്നുകൂടെ ഫിൽറ്റർ പുതിയ ഇട്ടതാണ് ഒരു കൺഫർമേഷന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയും ചെയ്തിട്ടും വണ്ടി ക്ലിയർ ആയില്ല. അത് പിന്നെയും ഓടി ഓഫായിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും കംപ്ലയിൻ്റ് എന്താണെന്നുള്ളത് കണ്ടുപിടിച്ചു. ഇതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ചാർക്കോൾ കാനിസ്റ്ററിൻ്റെ ഡ്രെയിൻ ലൈന് ബ്ലോക്ക് ആയതാണ്. ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. ഇത് ഡ്രെയിൻ ലൈനിൻ്റെ പൈപ്പാണ്. ഈ ലൈന് നേരെ വരുന്നതെന്ന് പറയുന്നത് നമ്മുടെ ഈ ചാർക്കോൾ കാനിസ്റ്ററിൻ്റെ ഈ ഭാഗത്തു നിന്നായിരിക്കും. അതുപോലെ തന്നെ ടാങ്കിൽ നിന്നാണ് അടുത്ത ലൈന് വരുന്നത്. ടാങ്കിൽ ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. ടാങ്കിൻ്റെ അടിഭാഗത്തു നിന്നുള്ള ഈ ലൈന് നേരെ വരുന്നത് ഇത്തരത്തിൽ ഇവിടെ വന്ന് ഈ ചാർക്കോൾ കാനിസ്റ്ററിൽ കണക്റ്റ് ആവും. ചാർക്കോൾ കാനിസ്റ്റർ കണക്റ്റ് ആവും. അതായത് നമുക്ക് ഈ പൊല്യൂഷൻ കൺട്രോളിന് വേണ്ടിയിട്ടുള്ള സംവിധാനമാണത്. എല്ലാവർക്കും അറിയാവുന്നതാണ്. ടാങ്കിൽ നിന്നുള്ള പെട്രോളിൻ്റെ വേപ്പറായിട്ടുള്ള ഒരു ഭാഗം ഇതിനകത്ത് സ്റ്റോർ ആവുകയും പിന്നീട് നമ്മുടെ പർജ് വാൽവ് അതിനെ സക്ക് ചെയ്ത് നേരെ ഇത്തരത്തിൽ നമ്മുടെ ഇൻലെറ്റ് മാനിഫോൾഡിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്ത് കത്തിച്ച് കളയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ബ്ലോക്ക് ആവുന്നതോടുകൂടി, അതായത് ഈ പൈപ്പ് ബ്ലോക്ക് ആവുന്നതോടുകൂടി ടാങ്കിലേക്കുള്ള എയർ പാസേജ് പെർഫെക്റ്റായിട്ട് ലോക്കാവും. അതായത് എയർ ലോക്കാവും. നമ്മുടെ പഴയ വണ്ടികൾ സംഭവിക്കുന്ന പോലെ എയർ ലോക്കാവും. എയർ ലോക്ക് ആകുമ്പോഴാണ് വണ്ടി ഇത്തരത്തിൽ, അതായത് ഈ പൈപ്പിലുള്ള പെട്രോളിൻ്റെ സ്റ്റോറേജ് തീരുമ്പോൾ വണ്ടി ഓഫായി പോകുന്നത്. അപ്പോൾ അതാണ് ഇതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറയുന്നത്. ഇത് കാണാൻ പറ്റുന്നതെന്ന് പറയുന്നത് നമ്മുടെ പഴയതല്ല, BS4 യൂണിക്കോണിൽ, അതായത് BS4 ഷൈനിലൊക്കെ നമുക്കിത് കാണാൻ പറ്റും. നമ്മൾ കാർബറേറ്റർ കംപ്ലയിൻ്റ് ആവുന്ന അതേ രീതിയിൽ തന്നെ കംപ്ലയിൻറ്റ് കാണിക്കും. വണ്ടി ഓടി ഓഫ് ആവുന്ന പ്രശ്നം, അറപ്പ്, ഒരു കാലത്തും സ്ലോ സ്പീഡ് കാര്യങ്ങൾ ശരിയാവത്തില്ല. അപ്പോൾ ഇത്തരത്തിൽ കാനിസ്റ്ററുള്ള വണ്ടിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഇത് ഉറപ്പായിട്ടും ചെക്ക് ചെയ്യുക. ഇത്തരത്തിൽ പൈപ്പുകളെല്ലാം ആദ്യം മുതലേ ക്ലീൻ ചെയ്യുക. ഇവിടുന്ന് എല്ലാം എയർ അടിച്ച് ക്ലീൻ ചെയ്യുക. അതിന് ശേഷം മാത്രം നമുക്ക് കാർബറേറ്റർ മാറ്റുന്നതായിരിക്കും നല്ലത്. അപ്പോൾ എന്തായാലും നമുക്കിതിൻ്റെ ഇത് എയർ അടിച്ച് ക്ലീൻ ചെയ്തിട്ട് ഇത് ഓടിച്ച് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. നമുക്കിത് തടഞ്ഞിരിക്കുകയാണത്. ഓക്കെ, നമുക്ക് എന്തായാലും ഒന്ന് ഇത് ക്ലീൻ ചെയ്തിട്ട് ഈ വണ്ടി ഓടിച്ച് നോക്കാം. ഫ്രണ്ട്സ്, ഞാനങ്ങനെ വണ്ടി ഓടിച്ച് നോക്കി. കുഴപ്പമൊന്നുമില്ല. കംപ്ലയിൻറ്റ് അത് തന്നെയായിരുന്നു. കറക്റ്റായിട്ടുണ്ട്. മുമ്പ് ഇതുപോലെ കംപ്ലയിൻറ്റ് കിട്ടിയിട്ടുള്ളതുകൊണ്ട് ഒരുപാട് കഷ്ടപ്പെടേണ്ടി വന്നില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഇത് അറിയാത്തവർക്ക് ഉപകാരപ്പെടും, അല്ലാത്തവർക്കൊക്കെ. അപ്പോൾ എല്ലാവർക്കും നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.